ഹായ്, ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു മാസ് കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്ന സിനിമയുടെ തിരക്കഥയാണ്. എങ്ങനെ എൻഗേജിംഗ് ആയ ഒരു സിനിമ കൊണ്ടുപോകാം, പ്രത്യേകിച്ച് മാസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമ കൊണ്ടുപോകാം എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതിലെ നായകനായ ആര്യൻ എന്ന കഥാപാത്രത്തെ നിങ്ങൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ സാറിൻ്റെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ തിരക്കഥയിലേക്ക് പോകാം. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ, അകം ഓർ പുറം, റോഡ്, വൈകുന്നേരം. റോഡിലൂടെ പോലീസ് കാർ സഞ്ചരിക്കുകയാണ്. കാറിൻ്റെ പിൻസീറ്റിൽ DGP ജോർജ് സാമുവൽ ഇരിക്കുന്നു. അപ്പോൾ ജോർജിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരികയാണ്. എൻ്റയർ ഫോഴ്സിനും നാണക്കേടുണ്ടാക്കുന്ന കേസാണിത്. ചാനലുകളും പത്രക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ വാ മൂടിയെന്ന് മടുത്തു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം DGP ജോർജിൻ്റെ റൂം, പകൽ. ജോർജിന് മുന്നിൽ DYSP സ്റ്റാലിൻ തല കുമ്പിട്ട് നിൽക്കുന്നു. ജോർജ് ദേഷ്യത്തിലാണ്. അപ്പോൾ ജോർജ്, ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന സത്യരാജിനെ പറ്റി ഞാനായിട്ടിനി പറഞ്ഞു തരേണ്ടതുണ്ടോ സ്റ്റാലിന്? രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ കാണാൻ കഴിയില്ലെങ്കിലും ചരടിൻ്റെ അറ്റം അയാളുടെ കയ്യിലാണ്. അവിടെ നിന്ന് വീണ്ടും കട്ടാവുന്നു. അകം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, പകൽ. സ്റ്റാലിൻ കയ്യിലൊരു തോക്കുമായി ആരെയോ പിടികൂടാനായി പണി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്ലാറ്റിലൂടെ മുകളിലേക്ക് കയറുന്നു. അയാൾ മഫ്തിയിലാണ്, അതായത് യൂണിഫോമിലല്ല. അപ്പോൾ ജോർജിൻ്റെ ശബ്ദം, 48 മണിക്കൂർ, അതിൽ കൂടുതൽ ഒരു മിനിറ്റ് പോലും തരാൻ പറ്റില്ല. അതിനുള്ളിൽ സത്യരാജൻ്റെ കൊലപാതകത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ലീഡ് എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം. അവിടെ നിന്ന് കട്ടാകുന്നു. അകം DGP ജോർജിൻ്റെ റൂം, തുടർച്ച. അവിടെ സ്റ്റാലിൻ തല കുമ്പിട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോർജ്, മറ്റന്നാൾ ഞാൻ മാധ്യമങ്ങളെ കാണും. അന്ന് അവരുടെ വയറ് നിറയ്ക്കുന്ന എന്തെങ്കിലും എനിക്ക് ഇട്ടുകൊടുത്തേ മതിയാകൂ. അവിടെ നിന്ന് കട്ടാവുന്നു. അകം മുൻപ് ഉള്ള കൺസ്ട്രക്ഷൻ സൈറ്റ്, തുടർച്ച. കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു നിലയിലെത്തിയതും അവിടെ ഒരു മുറിയിൽ ആളനക്കമുള്ളതുപോലെ സ്റ്റാലിന് തോന്നുന്നു. അയാൾ തോക്ക് ചൂണ്ടി അവിടേക്ക് മെല്ലെ നടന്നു. അപ്പോൾ ജോർജിൻ്റെ ശബ്ദം, വീണ്ടും ഓവർലാപ്പ്. എൻ്റെ തലയ്ക്ക് മുകളിലുള്ള പ്രഷർ വളരെ വലുതാണ് സ്റ്റാലിൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അവിടെ നിന്ന് കട്ടാവുന്നു. അകം ഓർ പുറം, റോഡ്, വൈകുന്നേരം. കാറിലിരിക്കുന്ന ജോർജ് ഇടയ്ക്ക് കണ്ണടയൂരി തുടച്ചു വയ്ക്കുന്നു. ഓക്കെ, അതായത് ഇത്രോ സീനുകൾ ഓവർലാപ്പ് ചെയ്ത് ക്രോസ് കട്ട് ചെയ്ത് വരുന്നതാണ്. സ്റ്റാലിൻ്റെ ശബ്ദം, സാറിന് ഞാൻ ഉറപ്പ് നൽകുന്നു, നാളെ വൈകുന്നേരം ഞാൻ ഈ കേസിൻ്റെ കൺക്ലൂഷൻ സാറിന് കൈമാറും. അവിടെ നിന്ന് കട്ടാവുന്നു. അകം DGP ജോർജിൻ്റെ റൂം, തുടർച്ച. സ്റ്റാലിൻ മുഖമുയർത്തി ജോർജിനെ നോക്കുന്നു. സ്റ്റാലിൻ, ഈ കൊലപാതകം എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നോ ആർക്കു വേണ്ടിയാണ് ചെയ്തതെന്നോ അല്ല, ആരാണിത് ചെയ്തതെന്ന്. അവിടെ നിന്ന് കട്ടാവുന്നു. അകം കൺസ്ട്രക്ഷൻ സൈറ്റ്, തുടർച്ച. ശബ്ദം കേട്ട മുറിയിലേക്ക് സ്റ്റാലിൻ ഇടിച്ചു കയറുന്നു. അകത്ത് ഒളിച്ചിരുന്ന ഒരാൾ സ്റ്റാലിനെ കണ്ട് ഓടാൻ തുടങ്ങിയതും സ്റ്റാലിൻ അയാളെ അടിച്ചു വീഴ്ത്തി. അയാളുടെ നെഞ്ചിൽ കാൽമുട്ടമർത്തി വായിലേക്ക് തോക്കിറക്കുന്നു. അവിടെ നിന്ന് സ്റ്റാലിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരികയാണ്. ഐ വിൽ ഫൈൻഡ് ഹിം. അവിടെ നിന്ന് കട്ടാവുന്നു. അകം DGP ജോർജിൻ്റെ റൂം, തുടർച്ച. സ്റ്റാലിൻ പറയാണ്, ട്രസ്റ്റ് മീ സാർ, ഐ ആം ദിസ് ക്ലോസ് ടു ഹിം. സ്റ്റാലിൻ അങ്ങേയറ്റം കോൺഫിഡൻസോടുകൂടി സല്യൂട്ട് അടിച്ചു. അയാളുടെ മുഖത്തേക്ക് സൂം ആകുമ്പോൾ മ്യൂസിക് ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്ത് വരുന്നു. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. ടൈറ്റിൽ ഡെൻവർ എന്നാണ്. ഡെൻവർ, ആ ടൈറ്റിൽ ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, അവിടെ നിന്ന് ഇനി നോർമലായിട്ട് പടം ആരംഭിക്കുകയാണ്. പുറം പഴയൊരു കെട്ടിടം. ഒരു കെട്ടിടത്തിൻ്റെ വെളിയിൽ DGP ജോർജ് സഞ്ചരിച്ച കാറ് വന്ന് നിർത്തുന്നു. ജോർജ് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവിടെയെങ്ങും ആളനക്കമില്ല. അവിടെ സ്റ്റാലിൻ്റെ കാറ് കിടക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇടയ്ക്ക് കയറാതെ നെർവസ് ആകാതെ മുഴുവനും കേൾക്കണം. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം, അതേ കെട്ടിടം, അതായത് ആളനക്കമില്ലാത്ത അതേ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഒരു വലിയൊരു ഫാക്ടറിയാണത്. അതിൻ്റെ ഉള്ളിലെ ഒരു റൂം. ഇരുണ്ട ഒരു മുറിക്കുള്ളിൽ പ്രൊജക്ടർ ഒരു സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്റ്റാലിൻ മാത്രമേ അവിടെ ഉള്ളൂ. അയാൾ ജോർജിന് ഇരിക്കാനുള്ള സീറ്റിലെ പൊടി തട്ടിക്കളയുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ ശബ്ദം കണ്ടിന്യൂസ് ഓവർലാപ്പ് ചെയ്തു വരുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ തലയ്ക്ക് മുകളിലുള്ള പ്രഷർ മാത്രമല്ല, ബ്ലഡ് പ്രഷറും ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം, ഏതാനും സമയത്തിന് ശേഷം, അതായത് അതേ പ്രൊജക്ടർ റൂം തന്നെ. പ്രൊജക്ടർ സ്ക്രീനിന് മുന്നിൽ ജോർജ് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുന്നു. ഫോൺ സൈലൻ്റാക്കി പോക്കറ്റിലിട്ട ശേഷം സ്റ്റാലിൻ പറഞ്ഞു തുടങ്ങുന്നു. സ്റ്റാലിൻ, വല വീശി കടലിൽ നിന്ന് മീനെ പിടിക്കുന്നത് പോലെ നിസ്സാരമായി അവനെ പിടികൂടാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അറിഞ്ഞിടത്തോളം അവനെ പിടിക്കണമെങ്കിൽ ആ കടൽ മുഴുവൻ വറ്റിക്കേണ്ടി വരും. അപ്പോൾ ജോർജ്,
അതിനർത്ഥം ആരാണ് കൊലപാതകിയെന്ന് സ്റ്റാലിൻ കണ്ടുപിടിച്ചെന്നല്ലേ? അപ്പോൾ സ്റ്റാലിൻ: അതെ. കൊലപാതകത്തെപ്പറ്റിയും ഈ കേസിനെ പറ്റിയും പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റു ചിലതുകൂടി പറയാനുണ്ട്, മറ്റു 2 ആളുകളെപ്പറ്റി. അപ്പോൾ ജോർജ്: അതത്ര ഇമ്പോർട്ടൻ്റ് ആണോ? വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് കേസ്. അപ്പോൾ സ്റ്റാലിൻ: സാർ മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇപ്പോഴേ ബ്ലഡ് പ്രഷർ കൂട്ടിയാൽ ഇനി അങ്ങോട്ട് ഹാർട്ടിനൊറ്റയ്ക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സാറൊന്ന് റിലാക്സ് ആവ്, മുഴുവനും കേൾക്ക്. അപ്പോൾ ജോർജ്: ഓക്കെ, ഗോ ഓൺ. അപ്പോൾ സ്റ്റാലിൻ ഒരാളുടെ ഫോട്ടോ പ്രൊജക്റ്റ് ചെയ്യുന്നു. സ്റ്റാലിൻ: ഇത് ആശിഷ് മൽഹോത്ര, ആന്ധ്രാക്കാരനാണ്. കഴിഞ്ഞ 3-ാം തീയതി ഇയാൾ കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അപ്പോൾ ജോർജ് മനസ്സിലാകാത്ത മട്ടിൽ നെറ്റി ചൊളിക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ: ഈ നഗരത്തിൽ ഒട്ടുമിക്ക രാത്രികളിലും ഇല്ലീഗൽ ബെറ്റിംഗ് ഫൈറ്റ് നടക്കാറുണ്ട്. അത് പറയുമ്പോൾ ഇരുണ്ട ഒരു ഹാളിൽ ആളുകൾ കൂടിയിരിക്കുന്നതിൻ്റെയും കൈയടിക്കുന്നതിൻ്റെയും ആർപ്പ് വിളിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. സ്റ്റാലിൻ: ജീവന് വില പറഞ്ഞ് മനുഷ്യർ തമ്മിത്തല്ലുന്ന ഗുസ്തിക്കളം. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊലപാതകിയുടെ ഉദയവും അവിടെ നിന്ന് തന്നെ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം അണ്ടർഗ്രൗണ്ട് രാത്രി. വലിയൊരു ഹാള് നിറയെ ആളുകൾ കൂടിയിരിക്കുകയാണ്. നടുവിൽ വൃത്താകൃതിയിൽ ഗുസ്തിക്കളം വരച്ചിരിക്കുന്നു. അവിടെ ആശിഷ് മറ്റൊരാളെ യാതൊരു ദയയും കൂടാതെ മുഖം ഇടിച്ച് ചതയ്ക്കുകയാണ്. ആളുകൾ ആർപ്പ് വിളിക്കുന്നു. ഇടികൊള്ളുന്നയാൾക്ക് ബെറ്റ് വെച്ചയാൾ തോൽവി ഉറപ്പിച്ച മട്ടിൽ തലയ്ക്ക് കൈകൊടുത്ത് അവിടെ ഇരിക്കുന്നു. അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് സത്യരാജ് അപ്പുറത്ത് കളിയുടെ നിയന്ത്രണമുള്ള ഷേണായുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഷേണായി: ഹേ സത്യ, ഏതാ ഈ പുതിയ ഇറക്കുമതി? ഇവൻ്റെ ഇടി കണ്ട 6 ബുക്കിങ്ങിൽ 5 പിന്മാറി. അത് കേട്ട് സത്യ ചിരിക്കുന്നു. സത്യ: 2 ഫൈറ്റ്, 1.25 കോടി. അത് മുഴുവൻ കളിയിലേക്ക് ഇറക്കാം. ചങ്കുറപ്പുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങാൻ പറ. അപ്പോൾ ഷേണായി: 5 പേരെ പിന്മാറിയിട്ടുള്ളൂ, ഒരുത്തനിപ്പോഴും ഫൈറ്റിന് റെഡിയാണ്. അപ്പോൾ സത്യ: അവനൊക്കെ എൻ്റെ ഫൈറ്ററിൻ്റെ ഇടി കണ്ട് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ഷേണായി: സാബിൻ്റെ ഫൈറ്ററിൻ്റെ ഇടി കണ്ടതിന് ശേഷമാണ് അവൻ ബുക്ക് ചെയ്തത്. അപ്പോൾ സത്യയുടെ മുഖം മാറുന്നു. അപ്പോൾ ഷേണായി: മാത്രമല്ല അവന് സ്പോൺസറില്ല, അവൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. അപ്പോൾ ജോർജ്: ആരാവൻ? അപ്പോൾ സ്റ്റാലിൻ: അറിഞ്ഞിടത്തോളം ഹീസ് ലൈക്ക് എ ഗ്രനേഡ്. ട്രിഗർ റിലീസ് ചെയ്താൽ പിന്നെ ബ്ലാസ്റ്റിലേ അവസാനിക്കൂ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം അണ്ടർഗ്രൗണ്ട് തുടർച്ച. ഫൈറ്റേഴ്സ് ഒരുങ്ങുന്ന സ്ഥലത്ത് ഒരാൾ നിലത്തു നിന്നും ആംബാൻഡ് എടുത്ത് കയ്യിൽ കെട്ടുന്നു. സ്റ്റാലിൻ്റെ ശബ്ദം: ഹീ ഈസ് നൊട്ടോറിയസ്. അപ്പോൾ കൈ വീശി കഴുത്ത് വെട്ടിച്ചുകൊണ്ട് ഒരാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ സ്ലോ മോഷനിൽ നടന്നു വരുന്നു. ഷേണായി: ആര്യൻ, അതാണ് അവൻ്റെ പേര്. പെട്ടെന്ന് ആളുകളുടെ ആർപ്പുവിളി ശബ്ദം കൂടുന്നത് കേട്ട് സത്യ അവിടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും റഫറി വിസിൽ മുഴക്കി. ആശിഷിൻ്റെ ഒരിടി മുഖത്തുകൊണ്ട് പിന്നിലേക്ക് 2 ചുവട് വേച്ചു പോയ ആര്യൻ മുഖമുയർത്തി നോക്കുമ്പോൾ മുഖം വ്യക്തമാകുന്നു. ഇപ്പോഴാണ് മുഖം കാണിക്കുന്നത്. ഇതാണ് ഇൻട്രോ. വീണ്ടും ഇടിക്കാനായി ഓടിയെത്തിയ ആശിഷിൻ്റെ നെഞ്ചിൽ ആര്യൻ ആഞ്ഞിടിക്കുന്നു. ഇടികൊണ്ട് ആശിഷ് പ്രതിമ പോലെ നിന്നു. വായിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ആളുകളെല്ലാം സൈലൻ്റ് ആവുന്നു. തൊട്ടടുത്ത നിമിഷം ആര്യൻ ആശിഷിൻ്റെ തല പിടിച്ച് പിന്നിലേക്ക് തിരിച്ചൊടിച്ചു വയ്ക്കുന്നു. ആശിഷ് മറിഞ്ഞു വീണു. സത്യ താൻ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിൽക്കുന്നു. റഫറി ആര്യൻ്റെ കൈ ഉയർത്തുമ്പോൾ വീണ്ടും ആളുകൾ ആർപ്പ് വിളിക്കുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. ജോർജ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോർജ്: സോ ഈ പറഞ്ഞ ആര്യനും സത്യരാജും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത് അവിടെ നിന്നുമാണോ? അപ്പോൾ സ്റ്റാലിൻ: അവിടെ നിന്നുമാണ്, പക്ഷെ ആരംഭിച്ചത് ശത്രുതയല്ല, സൗഹൃദം. അപ്പോൾ ജോർജ്: വാട്ട്? അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം അണ്ടർഗ്രൗണ്ട്. ഫൈറ്റ് കഴിഞ്ഞ് ഫൈറ്റേഴ്സ് വിശ്രമിക്കുന്ന സ്ഥലത്ത് ആര്യൻ പഞ്ചിങ് ബാഗിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ്റെ ശബ്ദം: ആര്യനെ പോലെ ഒരാളെ സത്യരാജ് ശത്രുപക്ഷത്ത് നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ സാർ? അപ്പോൾ സത്യ അവിടേക്ക് വരുന്നു. സത്യ: ഫൈറ്റ് കൊള്ളാം. ഏത് നാട്ടുകാരനാ? അപ്പോൾ ആര്യൻ: ഈ നാട്ടിൽ നിന്നല്ല. അപ്പോൾ സത്യ: അതാ ഫൈറ്റിൻ്റെ സ്റ്റൈൽ കണ്ടപ്പോൾ മനസ്സിലായി. എന്താ നിൻ്റെ പണി? അപ്പോൾ ആര്യൻ: ഇതൊക്കെ തന്നെ. അപ്പോൾ സത്യ: എങ്കിൽ നിർത്തിക്കോ, എന്നിട്ട് എൻ്റെ കൂടെ കൂടിക്കോ. അത് കേട്ട് ആര്യൻ ഫൈറ്റ് നിർത്തുന്നു. എന്നിട്ട് ആര്യൻ: എന്തിന്? അപ്പോൾ സത്യ: രാത്രികളിൽ പോലീസിനെ പേടിച്ച് നടത്തുന്ന ഇതുപോലുള്ള ഫൈറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നോ അതോ എൻ്റെ കൂടെ കൂടുന്നോ? അപ്പോൾ ആര്യനൊന്നും പറഞ്ഞില്ല. അപ്പോൾ സത്യ: പണത്തിൻ്റെ പവറുണ്ട് എൻ്റെ കയ്യിൽ, കൂടെ മസിൽ പവർ കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ നന്നാവും. ബാക്കിയെ ആലോചിക്കാനൊന്നുമില്ല. പിന്നെ ഒന്നോർത്തോ, എൻ്റെ കൂടെ വന്നാൽ നമ്മൾ കയറാൻ പോകുന്നത് ഒരു തീയിലേക്കാണ്. തിരിച്ചുപോക്കുണ്ടാവില്ല. സത്യ പോകാൻ തുടങ്ങുന്നു. എന്നിട്ട് സത്യ: പിന്നെ തീ കളിക്കുമ്പോൾ പൊള്ളാതെ നോക്കണം.
അപ്പോൾ ആര്യൻ ചിരിക്കുന്നു. ആര്യൻ: തീയിൽ നിന്നാണ് ഉണ്ടായത്, പൊള്ളിയിട്ടില്ല. യുനോ, ഐ എം കോൾഡ് ബ്ലഡഡ്. അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിൻ പ്രൊജക്ടറിൽ മറ്റൊരു ഫോട്ടോ കാണിക്കുന്നു. സ്റ്റാലിൻ: ഇതാരാണെന്ന് മനസ്സിലായോ? അപ്പോൾ ജോർജ്: യെസ്, സുബ്രഹ്മണ്യം. ഇവൻ സ്മഗ്ലർ അല്ലേ? അപ്പോൾ സ്റ്റാലിൻ: അതെ, ചെന്നൈ സിറ്റിയുടെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ മൊത്തത്തിൽ ഇവൻ്റെ കയ്യിലാണ്. ഫിക്ഷനാണോ അല്ലയോ എന്നറിയില്ല, ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റുള്ള ഒരു നെക്സസിലെ മെമ്പർ കൂടിയാണ് ഈ സുബ്രഹ്മണ്യം. അപ്പോൾ അവിടെ നിന്നും കട്ടാവുന്നു. അകം ഓർ പുറം സുബ്രഹ്മണ്യത്തിൻ്റെ ഫാക്ടറി പകൽ. ജോലിക്കാർ ഓരോ ബോക്സുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൻ്റെയും അടുക്കി വയ്ക്കുന്നതിൻ്റെയും തിരക്കിലാണ്. സ്റ്റാലിൻ, അതായത് സ്റ്റാലിൻ്റെ ശബ്ദം: ഈ സുബ്രഹ്മണ്യവുമായി പാർട്ട്ണർഷിപ്പിന് സത്യരാജ് മുൻപ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചകളൊന്നും ഫലം കണ്ടില്ല. അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിൻ: പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച സത്യരാജ് അവസാനമായി ഒരു വട്ടം കൂടി സുബ്രഹ്മണ്യത്തെ പോയി കണ്ടു, ബിസിനസ് സംസാരിക്കാൻ. അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. അകം ഓർ പുറം സുബ്രഹ്മണ്യത്തിൻ്റെ ഫാക്ടറി തുടർച്ച. ഫാക്ടറിക്ക് പുറത്ത് 4 ബെൻസ് വന്ന് നിർത്തുന്നു. അതിൽ നിന്നും സത്യരാജും ഒപ്പം ആര്യനും പുറത്തേക്കിറങ്ങി. മറ്റു കാറുകളിൽ നിന്ന് അവരുടെ അനുയായികളും പുറത്തേക്കിറങ്ങി. അവർ ഫാക്ടറിയിലേക്ക് നടന്നു വരുന്നത് സ്ലോ മോഷനിൽ കാണിക്കുന്നു. അകം ഓർ പുറം സുബ്രഹ്മണ്യത്തിൻ്റെ ഫാക്ടറി നിമിഷങ്ങൾക്ക് ശേഷം. ഫാക്ടറിയിൽ മാറി ഒരിടത്ത് സത്യയും സുബ്രഹ്മണ്യവും ഇരുന്ന് സംസാരിക്കുന്നു. രണ്ടുപേരുടെയും അടുത്ത് അവരവരുടെ ആളുകളുമുണ്ട്. ആര്യൻ സത്യരാജിൻ്റെ അടുത്ത് നിൽക്കുന്നു. സത്യ: ദിസ് ടൈം നോ പറയരുത്, നമ്മൾ ബിസിനസ്സുകാരല്ലേ, ലാഭമല്ലേ വലുത്. അപ്പോൾ സുബ്രഹ്മണ്യം: ഈ സുബ്രഹ്മണ്യം പറയുന്ന മുഴുവൻ തമിഴിലാണ്. അല്ല, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. സ്റ്റാറ്റസ്, ഇപ്പോൾ സ്റ്റാറ്റസാണ് വലുത്, അതുണ്ടെങ്കിൽ ലാഭം താനേ വരും. അപ്പോൾ സത്യ: 50-50, ഇറ്റ്സ് എ ഗുഡ് ഡീൽ. അപ്പോൾ സുബ്രഹ്മണ്യം: തമ്പി, ഡീലിനെ പറ്റിയൊക്കെ അങ്ങ് കേരളത്തിൽ പോയി തരക്കാരോട് സംസാരിക്കുക. ഏക്കർ കണക്കിന് കരിമ്പും തോട്ടമാണ് ചുറ്റും. അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എല്ലാവർക്കും കൂടി ഒരു കുഴി കുത്തിയാൽ പിന്നെ അമേരിക്കൻ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാം മെനക്കേടാ, അതുകൊണ്ട് തിരിച്ചു പോകും. അത് പറയേണ്ട താമസം ആര്യൻ തോക്കെടുത്ത് സുബ്രഹ്മണ്യത്തിൻ്റെ തലയിൽ ചൂണ്ടുന്നു. എല്ലാവരും പാനിക്കാവുന്നു. തൊട്ടടുത്ത നിമിഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ചുറ്റും നിന്ന 4-5 പേരെ ആര്യൻ വെടിവെച്ചിടുന്നു. സുബ്രഹ്മണ്യം ഞെട്ടിയിരിക്കുകയാണ്. ആര്യൻ വീണ്ടും സുബ്രഹ്മണ്യത്തിന് നേരെ തോക്ക് ചൂണ്ടുന്നു. അപ്പോൾ സുബ്രഹ്മണ്യം: തമ്പി വേണ്ട, കൊല്ലരുത്, വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ട്. സത്യയുടെ കൂടെയുള്ളവർ അവിടെയുള്ള എല്ലാവരെയും തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യം: പെർസെൻറ്റേജ് 70 എടുത്തോ, എനിക്ക് 30 മതി. അപ്പോൾ സത്യ: 50-50, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. സത്യ പോകാനായി എണീറ്റു. ആര്യൻ സുബ്രഹ്മണ്യത്തിൻ്റെ നേർക്ക് ചൂണ്ടിയ തോക്ക് താഴ്ത്തി. അപ്പോൾ സത്യ: ഡീൽ ഇനി മാറില്ല, മാറിയാൽ ഇനി വരുന്നത് ഇവൻ ഒറ്റയ്ക്കായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. സുബ്രഹ്മണ്യം അത് നോക്കി നിന്നു. തൻ്റെ ആളുകൾ തല കുമ്പിട്ട് നിൽക്കുന്നത് കണ്ട് സുബ്രഹ്മണ്യം പുച്ഛത്തോടെ തുപ്പുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. ജോർജ്: അത്ര ധൈര്യശാലിയാണോ ഇവൻ? എന്താണ് അവൻ്റെ ഹിസ്റ്ററി? അപ്പോൾ സ്റ്റാലിൻ: അറിയില്ല, കിണഞ്ഞു നോക്കിയിട്ട് ഒരു വിവരവും കിട്ടിയില്ല. അപ്പോൾ ജോർജ് എന്തോ ആലോചിക്കുന്നു. സ്റ്റാലിൻ: പിന്നെ അവന് മരണത്തെ ഭയമില്ല, അതാണ് അവൻ്റെ ധൈര്യം, ജീവിക്കാനുള്ള ധൈര്യം. അത് പറയുമ്പോൾ ഹൈ വോൾട്ടേജിൽ ചാർജ് ചെയ്തൊരു സോങ് വരുന്നു. ആര്യനും സത്യയും പല സ്ഥലത്തും ഇരുന്ന് തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെയും പലരുമായി മീറ്റിംഗ് നടത്തുന്നതിൻ്റെയും കരാറുകളിൽ ഒപ്പുവെക്കുന്നതിൻ്റെയും കൂടാതെ ചില സ്ഥലത്ത് കയറി ഷൂട്ടൗട്ട് നടത്തുന്നതിൻ്റെയും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഈ സോങ്ങിൽ കാണിക്കുന്നു. സ്ലോ മോഷനിൽ ആര്യനാണ് സോങ്ങിൻ്റെ ഹൈലൈറ്റ്. പുറം ശ്മശാനം വൈകുന്നേരം. പാട്ട് അവസാനിക്കുമ്പോൾ ഒരു ശ്മശാനം കാണിക്കുന്നു. മഴ ചെറുതായി പൊടിയുന്നുണ്ട്. സത്യ കുട ചൂടി നടക്കുന്നു. ഒപ്പം ആര്യനും നടക്കുന്നുണ്ട്. ചുറ്റും അനേകം കുഴിമാടങ്ങളാണ്. സത്യ: എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അതിൽ നിന്നാണ് തുടക്കം, ഓർഗൻ ട്രാഫിക്കിംഗ്. അത് പറയുമ്പോൾ ആര്യൻ മെല്ലെ ചുറ്റിനും നോക്കുന്നു. എല്ലാ കുഴിമാടങ്ങൾക്കും അടുത്ത് മരക്കുറ്റികൾ നാട്ടിയിട്ടുണ്ട്. സത്യ: അതിൽ നിന്ന് നല്ല കാശ് കിട്ടിയപ്പോൾ ആ പണി ഞാൻ നിർത്തി. പാപം കിട്ടുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഇവരെ വന്ന് കാണും, ക്ഷമ ചോദിക്കും, ഒപ്പം നന്ദിയും പറയും. സത്യ പുഞ്ചിരിക്കുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. ജോർജ്: അത്രയും സ്ട്രോങ് ആയിരുന്ന അവരുടെ ആ ബന്ധം എങ്ങനെയാണ് തകർന്നത്? അപ്പോൾ സ്റ്റാലിൻ: സത്യരാജ് സുബ്രഹ്മണ്യവുമായി കൈകോർത്തപ്പോൾ മങ്ങിയത് മറ്റു പല സിൻഡിക്കേറ്റ്സിൻ്റെയും സ്വപ്നങ്ങളാണ്. അവർ സത്യരാജിനെ വേട്ടയാടി. അവിടെ നിന്ന് കട്ടാവുന്നു. പുറം ഹെലിപ്പാഡ് പകൽ. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ സത്യ മറ്റൊരു പാർട്ടിയോട് സംസാരിക്കുകയാണ്.
അടുത്ത് ആര്യനടക്കം കുറച്ചു പേരുണ്ട്. സംസാരത്തിനിടയിൽ നിലത്തു വീണ പേപ്പർ എടുക്കാനായി കുനിഞ്ഞതും എവിടെ നിന്നോ ഒരു വെടിയുണ്ട അവിടെ നിന്നോ ഒരു ബോഡി ഗാർഡിൻ്റെ ദേഹത്ത് കൊള്ളുന്നു. തൊട്ടടുത്ത നിമിഷം ആര്യൻ അയാളെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുന്നു. സ്റ്റാലിൻ്റെ ശബ്ദം. അതോടെ സത്യ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം മുറി. ഒരു മുറിക്കുള്ളിൽ സത്യയും ആര്യനും നിൽക്കുന്നു. സത്യ അയാളുടെ മാല പൊട്ടിച്ച് ആര്യന് നീട്ടുന്നു. ആര്യൻ അത് വാങ്ങി. അതിൻ്റെ ലോക്കറ്റിൽ കോബ്രയുടെ സിമ്പലാണ്. ആര്യൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിൻ. അതൊരു തരത്തിൽ അധികാരത്തിൻ്റെ കൈമാറ്റമായിരുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. പുറം പോർട്ട്. വൈകുന്നേരം. പോർട്ടിൽ ഒരു ബോട്ട് കിടക്കുന്നു. അടുത്ത് സത്യയും ആര്യനും കുറച്ച് പേരും നിൽക്കുന്നുണ്ട്. സത്യ. ഇതൊരു യുദ്ധമാണ്. അവസാന ശ്വാസവും നിലച്ച് മണ്ണിൽ വീഴുമ്പോഴല്ലാതെ യുദ്ധം നിൽക്കരുത്. സത്യ ആര്യൻ്റെ തോളിൽ പിടിച്ചാണത് പറഞ്ഞത്. ആര്യൻ ഒന്നും പറഞ്ഞില്ല. കൂടെ സണ്ണി എന്നൊരാളുണ്ട്. അപ്പോൾ സണ്ണി. സർ, ചോപ്പർ റെഡിയാണ്, സമയം വൈകിക്കണ്ട. സത്യയും കൂടെ സണ്ണിയും ബോട്ടിൽ കയറുന്നു. ബോട്ടിൻ്റെ 2 ജീവനക്കാരും ആ ബോട്ടിലുണ്ട്. ബോട്ട് പോർട്ടിൽ നിന്നും നടുക്കടലിലേക്ക് നീങ്ങുന്നു. ആര്യൻ അത് നോക്കി നിൽക്കുകയാണ്. അകം പ്രൊജക്ടർ റൂം തുടർച്ച. ജോർജ് ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് കുടിക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ. സർ, അറിയോ ഓക്കെ? അപ്പോൾ ജോർജ്. കണ്ടിന്യൂ. അപ്പോൾ സ്റ്റാലിൻ പുഞ്ചിരിച്ചുകൊണ്ട്. സർ, പിന്നീട് അങ്ങോട്ട് കഥയങ്ങ് മാറി മറിഞ്ഞു. അത് കേട്ട് ജോർജ് നെറ്റി ചൊളിക്കുന്നു. അകം ഓർ പുറം ബോട്ട് കടൽ. ബോട്ടിൽ സത്യ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ സണ്ണി. സർ, എന്തിനാണിനി ടെൻഷൻ? എല്ലാം സെറ്റാണ്, ആരുടെയും കണ്ണിപ്പെടില്ല. അത് കേട്ട് സത്യ മൂളുന്നു. അപ്പോൾ സണ്ണി. കാര്യങ്ങൾ അവനെ അറിയിക്കുന്നുണ്ടോ? അപ്പോൾ സത്യ. എന്തിന്? അവനറിയരുത്. അവൻ വന്നാൽ ആര്യനെ പോലെ തന്ത്രപൂർവ്വം കളിക്കില്ല. വെറി പിടിച്ച് കൊന്നു തീർക്കും അവനെല്ലാത്തിനെയും. അത് പറയുമ്പോൾ സത്യയുടെ നോട്ടം ബോട്ടിലെ ഒരു ഫോട്ടോയിലേക്ക് വീഴുന്നു. അതിൽ ഒരു സ്ത്രീയുടെ ചിത്രമാണ്. ആ സ്ത്രീയുടെ മുഖം കണ്ടതും സത്യയുടെ മുഖം മാറുന്നു. പുറം ശ്മശാനം. വൈകുന്നേരം. അനേകം കുഴിമാടങ്ങളിൽ ഒന്നിൻ്റെ അടുത്ത് ആര്യൻ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കണ്ണ് ചുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാലിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. പണ്ട് ഓർഗൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ കേസായി പൂട്ടിപ്പോയ ഹോസ്പിറ്റലിൻ്റെ ഉടമ ഈ സത്യരാജായിരുന്നു. അറസ്റ്റിലായത് സേതു, വെറും ബിനാമി. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിൻ. അന്ന് ഹോസ്പിറ്റലിൽ മരണപ്പെട്ടവർക്കിടയിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു, ജാനകി. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം ഓർ പുറം ബോട്ട് തുടർച്ച. ഭയത്തോടെ സത്യ എണീറ്റു. സത്യ. സണ്ണി, നീ ബോട്ട് തിരിക്ക്. അപ്പോൾ സണ്ണി. എന്തിന്? സത്യ, എന്തു പറ്റി? അപ്പോൾ സത്യ ദേഷ്യത്തോടെ. പറയുന്നത് കേൾക്ക്, ബോട്ട് തിരിക്കാൻ. അപ്പോൾ സണ്ണി ഒന്നും മനസ്സിലാവാതെ നോക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. ആര്യൻ ആ സ്ത്രീയുടെ മകനാണ് സാർ. തൊട്ടടുത്ത നിമിഷം ബോട്ടിലെ ഒരാൾ സത്യയുടെ നേർക്ക് നോക്കി തോക്കെടുത്തു. അപ്പോൾ സത്യ. സണ്ണി, നീ പോ. ഇന്ന് ഞാൻ തീർന്ന അവൻ തിരിച്ചു വരണം. സത്യ സണ്ണിയെ തള്ളി മാറ്റി. സണ്ണി കടലിലേക്ക് എടുത്ത് ചാടുന്നു. ബോട്ടിലെ 2 പേർ സണ്ണി ചാടിയിടത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. ശേഷം അവർ സത്യയുടെ എതിർവശത്തേക്ക് നോക്കി. അത് കണ്ട് സത്യ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. പുറം ശ്മശാനം. വൈകുന്നേരം. ആര്യൻ ഒരു കുഴിമാടത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ചു തന്നെ നിൽക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. പരിചയപ്പെട്ടതും ഒപ്പം കൂടിയതും വിശ്വസ്തനായതുമൊക്കെ അവൻ മനഃപൂർവ്വമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിൻ. അനക്കോണ്ട. അത് കേട്ട് ജോർജ് ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കി. അപ്പോൾ സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട്. ചുറ്റി വരിഞ്ഞ് അവൻ അവരെ വിഴുങ്ങിക്കളഞ്ഞു സാർ. അപ്പോൾ പിന്നെ വേറെന്ത് വിളിക്കാനാ? അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം ഓർ പുറം ബോട്ട് തുടർച്ച. സത്യ ദൂരേക്ക് നോക്കുമ്പോൾ മറ്റൊരു ബോട്ട് അവിടേക്ക് വരുന്നു. മ്യൂസിക് ചാർജ് ചെയ്ത് വരികയാണ്. അത് ആര്യനാണ്. ബോട്ട് രണ്ടും ചേർത്ത് നിർത്തി സിഗരറ്റ് വലിച്ചുകൊണ്ട് ആര്യൻ ഈ ബോട്ടിലേക്ക് കയറുന്നു. അപ്പോൾ സത്യ. ഒപ്പം നിന്ന് ചതിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ല നിന്നെ. അപ്പോൾ ആര്യൻ സത്യ പറഞ്ഞതിനോട് ശരിവെക്കുന്നെന്ന രീതിയിൽ തലകുലുക്കുന്നു. സത്യ. എന്നെ ചതിച്ചു പരാജയപ്പെടുത്തിയെന്നോർത്ത് സന്തോഷിക്കണ്ട. നീ കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ള കൊടുമുടിയാണ് ഈ ഫീൽഡ്. മുകളിൽ കയറാൻ നിനക്കാവില്ല. അടിതെറ്റി താഴെ വീഴും. അപ്പോൾ ആര്യൻ പുകയൂതിക്കൊണ്ട്. അടിവെച്ച് കയറാൻ സമയമല്ല. അടുത്ത കാൽവെപ്പ് കൊടുമുടിയുടെ തലപ്പത്ത്. അപ്പോൾ സത്യ. നിന്നെ ആദ്യമേ കൊല്ലേണ്ടതായിരുന്നു, പക്ഷെ കൂടെ നിർത്തി. തെറ്റുപറ്റി. അപ്പോൾ ആര്യൻ. മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്കിന് ഇനി റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആര്യൻ തോക്കെടുത്ത് ലോഡ് ചെയ്തു. എന്നിട്ട് ആര്യൻ. അതിനുള്ള സമയവുമില്ല. അപ്പോൾ സത്യ. നീ ഓർത്തോ, നിനക്കധികം ആയുസില്ല. അപ്പോൾ ആര്യൻ പുച്ഛത്തോടെ.
ഓർഫണേജിൽ ആരെങ്കിലും പേരൻസ് മീറ്റിംഗ് വിളിക്കുമോ? തൊട്ടടുത്ത നിമിഷം ആര്യൻ വെടിവെക്കുന്നു. തലയ്ക്ക് വെടിയേറ്റ് അയാൾ കടലിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. അകം പ്രൊജക്ടർ റൂം തുടർച്ച. ജോർജ് എല്ലാം കേട്ടിരിക്കുകയാണ്. സ്റ്റാലിൻ നിശബ്ദനായി. ജോർജ്: സണ്ണി മരിച്ചിട്ടില്ലെങ്കിൽ അവൻ വഴി നമുക്ക് ആര്യനിലേക്ക് എത്താം. അപ്പോൾ സ്റ്റാലിൻ: അതെ, മരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഗുണം ചെയ്യും. അപ്പോൾ ജോർജ്: എങ്കിൽ അവനെ കണ്ടുപിടിക്ക്, എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. യു ആർ ഇൻ ചാർജ്. ജോർജ് എണീറ്റു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ സംശയത്തോടെ നിന്നു. എന്നിട്ട് ജോർജ്: അല്ല, ഇതെല്ലാം അറിയാമായിരുന്ന ഒരേ ഒരാൾ സണ്ണി മാത്രമല്ലേ? പിന്നെ എങ്ങനെ സ്റ്റാലിൻ ഈ കഥ അറിഞ്ഞു? അത് കേട്ട് സ്റ്റാലിൻ പുഞ്ചിരിക്കുന്നു. എന്നിട്ട് സ്റ്റാലിൻ: സാർ ഇത് ആദ്യമേ ചോദിക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ സ്റ്റാലിൻ തള്ളി നീക്കുന്നു. അതിന് പിന്നിൽ തല്ലുകൊണ്ട് അവശനായി സണ്ണി കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ കിടക്കുന്നു. അത് കണ്ട് ജോർജ് ഷോക്കായ മട്ടിൽ സ്റ്റാലിനെ നോക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ സ്റ്റാലിൻ ഒരു പണി പൂർത്തിയാവാത്ത ബിൽഡിങ്ങിൽ വെച്ച് പിടികൂടിയത് സണ്ണിയെയാണെന്ന് കാണിക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ: ഇവനെല്ലാം പറയും. അല്ലടാ. സ്റ്റാലിൻ അവൻ്റെ വായിൽ തിരികിയിരിക്കുന്ന തുണി ഉരുമാറ്റി. അപ്പോൾ സണ്ണി ഭയത്തോടെ: ഇല്ല, ഞാൻ പറയില്ല. നിങ്ങൾക്ക് അവനെ അറിയില്ലാത്തതുകൊണ്ടാണ്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്ക്. അപ്പോൾ കട്ടാവുന്നു. അകം ഒരു മുറി. ആര്യൻ ഒരു ഷവറിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. വെള്ളം ദേഹത്തേക്ക് വീണുകൊണ്ടേയിരിക്കുന്നത് കാണിക്കുന്നു. സണ്ണിയുടെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. ആർക്കും അവനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ അകം പ്രൊജക്ടർ റൂം തുടർച്ച. സ്റ്റാലിനും ജോർജും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ: അവനെ ഞാൻ എതിർക്കും. അപ്പോൾ സണ്ണി: തോറ്റുപോകും നിങ്ങൾ. അപ്പോൾ സ്റ്റാലിൻ: ജയിക്കും ഞാൻ. സ്റ്റാലിൻ തോക്കെടുത്ത് സണ്ണിയുടെ നേർക്ക് ചൂണ്ടി. സ്റ്റാലിൻ: നിന്നെ ഉപകാരപ്പെട്ടില്ലെങ്കിൽ നീ തീർന്നെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ സണ്ണി: അതിനു മുമ്പേ അവൻ എന്നെ തീർക്കും. എന്നെ നിങ്ങൾ പിടികൂടിയെന്നറിഞ്ഞാൽ ആ നിമിഷം അവൻ വരും. അപ്പോൾ സ്റ്റാലിൻ: ഒരുത്തനും ഇവിടേക്ക് വരില്ല. ഇത് ഞാൻ ഏർപ്പാടാക്കിയ സ്ഥലമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇവിടെ നിനക്കൊന്ന് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ എന്നോട് അനുവാദം ചോദിക്കണം. അത് പറഞ്ഞു തീർന്നതും പുറത്ത് കുറേ വണ്ടികൾ വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ: ഓ ഷിറ്റ്. സ്റ്റാലിൻ മെല്ലെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. നേരം ഇരുട്ടിയിട്ടുണ്ട്. താഴെ നിറയെ തോക്കുമായ ആളുകൾ വന്നിറങ്ങുകയാണ്. അപ്പോൾ സണ്ണി: ഞാൻ പറഞ്ഞതല്ലേ സാറേ. അപ്പോൾ സ്റ്റാലിൻ അവനെ കുത്തിന് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു. സ്റ്റാലിൻ ജോർജിനോട്: സാർ വാ. അവർ ഒളിച്ചും പാത്തും നടന്നു. പഴയൊരു ഫാക്ടറി ബിൽഡിംഗ് ആണത്. നടന്നൊടുവിൽ അവർ ഒരു വലിയ ഹാളിൽ കയറി വാതിലടച്ചു. ആകെ ഇരുട്ടാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും ലൈറ്റ് ഓൺ ആവുന്നു. അവർ തിരിഞ്ഞു നോക്കി. വെളിച്ചം കാരണം നോക്കാൻ കഴിയുന്നില്ല. മുന്നിൽ ഹാളിനുള്ളിലായി 100 കണക്കിന് ആളുകൾ തോക്കം പിടിച്ചു നിൽക്കുകയാണ്. അവർക്ക് മുന്നിൽ ആര്യൻ നിൽക്കുന്നു. സണ്ണി ഭയന്ന് നിൽക്കുകയാണ്. ജോർജിൻ്റെ മുഖത്തും ഭയമുണ്ട്. ആര്യൻ മെല്ലെ ഇവർക്കടുത്തേക്ക് നടന്ന് മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് ആര്യൻ: സണ്ണി, ഞാൻ എവിടെയെല്ലാം നോക്കി. അപ്പോൾ സണ്ണി അത് കേട്ട് വിറയ്ക്കുകയാണ്. അപ്പോൾ ആര്യൻ: യു ആർ എ ഗുഡ് സ്വിമ്മർ. എനിക്കും നീന്തൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ: യു ആർ എ ക്രിമിനൽ. അപ്പോൾ ആര്യൻ: നോ, ഐ എം ഡൂയിങ് വാർ. കിങ് എന്ന് വിളിക്കണം. അപ്പോൾ സ്റ്റാലിൻ: ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്. അധികകാലം നീ ജീവിക്കില്ല. അത് കേട്ട് ആര്യൻ ചിരിക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു. പുറം മയാമി, അമേരിക്കയിലെ മയാമി. മയാമിയിലെ വലിയൊരു ആഡംബര ബാർ കാണിക്കുന്നു. അവിടെ കുറച്ച് പേർ ബെറ്റിംഗ് കാർഡ് നടത്തുകയാണ്. അതായത് ബെറ്റിംഗ് ഗെയിം കളിക്കുകയാണ്. അവിടേക്ക് അങ്കിൾ എന്ന് വിളിക്കുന്ന പ്രായമായ ഒരാൾ വരുന്നു. കയ്യിൽ ഒരു ന്യൂസ് പേപ്പറുണ്ട്. അത് അവിടെ ഇരിക്കുന്ന ഒരുത്തൻ്റെ നേർക്ക് നീട്ടുന്നു. എന്നിട്ട് അങ്കിൾ: റോബർട്ട്. അപ്പോൾ അവൻ അതിലേക്ക് നോക്കിയിരിക്കുന്നു. ആയിരിക്കുന്നവൻ ഏതാനും നിമിഷം സൈലൻ്റ് ആവുന്നു. അവിടെ ഇരിക്കുന്ന ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും എല്ലാവരും റോബർട്ടിനെ നോക്കുകയാണ്. അപ്പോൾ റോബർട്ട് ഇടറിയ സ്വരത്തിൽ: ആരാ ഇത് ചെയ്തത്? അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. അകം ബിൽഡിങ് തുടർച്ച. ആര്യൻ: ധീരന്മാർക്ക് പണ്ട് മുതലേ അൽപായുസ. എന്നിട്ട് ആര്യൻ തോക്ക് ലോഡ് ചെയ്തു. ആര്യൻ: സണ്ണി, നെക്സ്റ്റ് ടൈം നീ ഉറപ്പായിട്ടും എന്നെ സ്വിമ്മിങ് പഠിപ്പിക്കണം. ആര്യൻ അവൻ്റെ തലയ്ക്ക് വെടിവെക്കുന്നു. സണ്ണി നിലത്ത് വീണു. സ്റ്റാലിൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അകം മയാമി ക്ലബ്. റോബർട്ട് പത്രത്തിലെ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് സത്യം മരിച്ചെന്ന വാർത്തയാണ്. അപ്പോൾ അങ്കിൾ: കൂടെ നിന്ന് ഏതൊരുത്തൻ തന്നെയാണ് തിരിഞ്ഞു കൊത്തിയത്. റോബർട്ട് ദേഷ്യം കൊണ്ട് പത്രം താഴ്ത്തുന്നു. അങ്കിൾ: സിൻഡിക്കേറ്റിനിടയിൽ പുതിയൊരു പേരും ഉണ്ടവന്, ഡെൻവർ. അപ്പോൾ കട്ടാവുന്നു. അകം ബിൽഡിങ് തുടർച്ച. അപ്പോൾ സ്റ്റാലിൻ ദേഷ്യത്തോടെ: ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോൾ ആര്യൻ ചിരിക്കുന്നു. ആര്യൻ: എന്ത് ചോദ്യം ഇത്? ദിസ് ഈസ് മൈ സിറ്റി. യു ആർ ഇൻ മൈ ജൂറിസ്ഡിക്ഷൻ നൗ. ഇനി കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട.
സ്റ്റാലിൻ ഒന്നും പറഞ്ഞില്ല. ആര്യൻ: സത്യരാജ് ഇത്രയും കാലം നിങ്ങളുടെ മുന്നിൽ തന്നെ നാട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ യൂണിഫോമിന് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റുണ്ട്. എനിക്കതില്ല. അപ്പോൾ സ്റ്റാലിൻ: നീയും ക്രിമിനൽസും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആര്യൻ: ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം മയാമി ക്ലബ്ബ്. റോബർട്ട് പറയാണ്: റോബർട്ട്, നമുക്ക് ഇന്ത്യയിലേക്ക് പോകണം. അപ്പോൾ അങ്കിൾ: റോബർട്ട്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയതാണ് നിന്നെ. അപ്പോൾ റോബർട്ട്: അങ്ങനെ പറഞ്ഞാൽ തീരുന്ന ബന്ധമാണോ അത്? അങ്കിൾ, മരിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ ഒരു തരി എനിക്ക് വേണ്ട. പക്ഷേ ഇന്നതെല്ലാം വേറൊരുത്തൻ്റെ കയ്യിലാണ്. അത് തിരികെ വാങ്ങും ഞാൻ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം ബിൽഡിങ് തുടർച്ച. ആര്യൻ സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കുന്നു. ആര്യൻ: ഐ നോ യുവർ എ ഗുഡ് കോപ്പ്. നിങ്ങൾ ഇത്രയും കാലം ഡീൽ ചെയ്തിരുന്നവരാണ് ക്രിമിനൽസ്. ഞാനതിൽ പെടില്ല. സിയു. ആര്യൻ പോകാനായി തിരിച്ചു നടക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ: ഇപ്പോൾ പോയിക്കോ, പക്ഷേ നിന്നെ ഞാൻ വലിച്ച് താഴെയിടും. കുറച്ച് തിരികെ നടന്ന ശേഷം ആര്യൻ നിൽക്കുന്നു. പുറംതിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. തോക്കുമായ ആളുകൾ അവിടെ തന്നെ ഉണ്ട്. സ്റ്റാലിൻ ഉറക്കെ: നീ പറഞ്ഞത് കറക്റ്റാ. ഐ എം എ ഗുഡ് കോപ്പ്. എൻ്റെ പണി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. അവിടുന്ന് കട്ടാവുന്നു. അകം മയാമി ക്ലബ്ബ്. റോബർട്ട്: മേക്ക് ദി അറേഞ്ച്മെൻറ്റ്സ്. അവനെ പേടിച്ച് കൂറുമാറാത്ത എല്ലാവരോടും വരാൻ പറ. മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെപ്പൺസും കൊടുത്ത് ട്രെയിൻ ചെയ്യിക്ക്. അപ്പോൾ അങ്കിൾ: റോബർട്ട്. അങ്കിൾ എന്തോ പറയാൻ വന്നെങ്കിലും റോബർട്ട് തടഞ്ഞു. അതിനു മുൻപ് ഞാൻ അവൻ്റെ പുറകെ ഉണ്ടെന്ന് അറിയിക്കണം. അവനത് അറിയണം. അങ്കിൾ തല താഴ്ത്തി. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. അകം ബിൽഡിങ് തുടർച്ച. സ്റ്റാലിൻ: നീ എവിടെയാണെങ്കിലും നിൻ്റെ പുറകെ ഞാനുണ്ടാവും. അത് കേട്ട് ആര്യൻ തിരിയുന്നു. തോക്ക് സ്റ്റാലിന് നേർക്ക് ചൂണ്ടുന്നു. ജോർജ് ഭയന്നാണ് നിൽക്കുന്നത്. സ്റ്റാലിന് തെല്ലും ഭയമില്ല. ആര്യൻ: ലൂസേഴ്സ്. അവർ എപ്പോഴും പുറകില്ല. ബട്ട് മുന്നിലുള്ളവനാണ് വിന്നർ. ആര്യൻ തോക്ക് അല്പം മുകളിലേക്ക് ഉയർത്തുന്നു. വെടിവെക്കുന്നു. ആര്യൻ വെടിവെച്ചത് അവിടെയുള്ള വലിയൊരു ലൈറ്റിലേക്കാണ്. ആ ലൈറ്റ് അണയുന്നു. ആകെ ഇരുട്ടാവുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ തിരക്കഥ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു തിരക്കഥയുമായി വീണ്ടും വരാം.